അപ്പൊ ഗുരുഗീതയെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പം ഗുരുഗീത സനൽകുമാരൻ എന്ന് പറഞ്ഞ് 10 വയസ്സിന് താഴെയുള്ള കൊച്ചുമല്ല വലുതോ ആവാത്തവർക്കുണ്ട്. അവർക്ക് ഗുരു വേണം. അപ്പൊ അവര് ഗുരുവിനെ പല ഗുരുക്കന്മാരുടെ അടുത്തും പോയി കണ്ടിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ കടുത്ത ബ്രഹ്മചാരിയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ മഹാലക്ഷ്മി കാലിന്റെ ഭാഗത്തിരിക്കുന്നു. അപ്പൊ അതും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. തിരിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവിന്റെ അടുത്ത് പോയപ്പം സരസ്വതി ദേവി അടുത്തിരിക്കുന്നു. അതും ഇഷ്ടപ്പെട്ടില്ല. അവര് കടുത്ത ബ്രഹ്മചാരിയാണ്. അങ്ങനെ അവർ വിഷമിച്ച് നടന്നു പോയപ്പം പാർവതി ദേവി ഇത് അറിഞ്ഞുകൊണ്ട് മഹാദേവന്റെ പറയും, അവര് കടുത്ത ഭക്തരാണ്, പാവം, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, പാവമല്ലേ എന്ന് പറയും. ഉടനെ മഹാദേവൻ പാർവതി ദേവി പറയണ കേട്ടും കൊണ്ട് ഒരു 24 വയസ്സായ ഒരു യുവ സന്യാസിയായി, അതിന്റെ പേരാണ് ലക്ഷ്ണാമൂർത്തി, ലക്ഷ്ണഭാഗത്ത് തിരിഞ്ഞിരിക്കും. അങ്ങനെ ഇവരെ മുമ്പേ ഇരിക്കും. അപ്പൊ ഇവര് പെട്ടെന്ന് കാണുമ്പോ ഈ കൊള്ളാല്ല ഈ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകും, ലക്ഷ്ണാമൂർത്തിയുടെ അടുത്ത്. അങ്ങനെ ലക്ഷ്ണാമൂർത്തിയാണ് ഈ ഗുരുഗീത പറയണത്. അങ്ങനെ സനൽകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അതിൽ നിന്നാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇവര് പെട്ടെന്ന് നല്ല ശാന്തരായ കണ്ടുകൊണ്ട് പാർവതി ദേവി മഹാദേവന്റെ കൂടെ കേൾക്കും. അവർക്ക് പറഞ്ഞു കൊടുത്ത ആ ഗുരുഗീത എനിക്കും കൂടെ ഒന്ന് കേൾക്കണം പറയും. അപ്പൊ മഹാദേവൻ ഉടനെ തന്നെ ഗുരുഗീത പറഞ്ഞു കൊടുക്കും. അതാണ് ഗുരുഗീത. മഹാദേവൻ പറഞ്ഞതാണ്, മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതിപ്പോ ഇപ്പൊ പറയും, അമ്പിളി പറയും. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗന സദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവാധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പരമാത്മാവിനെ അറിഞ്ഞ ഗുരുക്കന്മാർ തന്റെ ശിഷ്യന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ആത്മീയ ശക്തി പകർന്ന് അവരെ പരമപദത്തിലെത്തുവാൻ സഹായിക്കുക കൂടെ ചെയ്യുന്നു. ഈശ്വരനിൽ പരമഭക്തി ഉള്ളതുപോലെ തന്നെ ശിഷ്യന് ഗുരുവിലും ഭക്തി ഉണ്ടാവണം. ഗുരു ബ്രഹ്മമാകുന്നു. അതാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഗുരുവിന്റെ അനുഗ്രഹത്തെ ഗുരുത്വം എന്ന് പറയുന്നു. ഈ ഗുരുത്വമാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട പ്രഥമ ഗുണമെന്ന് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ പാദസേവ കൊണ്ട് സകല പാപങ്ങളിൽ നിന്നും മോചനം നേടാവുന്നതാണ്. ആ പാദകമലങ്ങളെ കഴുകിയ ജലം പാനം ചെയ്ത ശേഷം ശിരസിൽ തളിച്ചാൽ ആ മർത്യന് സകല പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം സിദ്ധിക്കുന്നു എന്നാണ് ഗുരുഗീത പറയുന്നത്. അജ്ഞാനത്തിന്റെ വേരിനെ അറുത്ത് ജ്ഞാനം നേടുന്നതിന് ഉത്തമനായ ഗുരു തന്റെ ശിഷ്യരെ സഹായിക്കുന്നു. ഈശ്വരൻ തന്നെയാണ് ഗുരുവിന്റെ രൂപത്തിൽ അവതരിക്കുന്നത്. സംസാര സമുദ്രം കടക്കുവാനുള്ള പാലമാണ് ഗുരു. ശോകവും മോഹവും നശിച്ച് പരമാത്മ സ്വരൂപത്തെ പ്രാപിക്കുവാൻ ശിഷ്യന് വഴികാട്ടിയാവുന്ന ഗുരുശ്രേഷ്ഠനെ ഞാൻ നമിക്കുന്നു.